2020 4 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മടങ്ങിയെത്തുകയാണ്. ഇത്തവണ കൂട്ടിന് ആഗോള വ്യവസായിയും വംശീയ തീവ്രവാദിയുമായ ശതകോടീശ്വരൻ ഇലോൺ മസ്കും ധനമൂലധനത്തിന്റെ കഴുകൻ കണ്ണുമായി കൂട്ടിനുണ്ട്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായാണ് ട്രംപിന്റെ രണ്ടാം ഊഴം. 127 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരിക്കൽ തോറ്റ പ്രസിഡന്റ് രണ്ടാമത് അധികാരത്തിലെത്തുന്നത്. തീവ്ര വലതുപക്ഷക്കാരനായ ട്രംപിന്റെ വിജയം സംഘർഷം നിറഞ്ഞ ലോക സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ലോക ജനതയുടെ ആശങ്ക ബലപ്പെടുത്തുന്ന നിലപാടുകളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം തവണ പ്രസിഡന്റ് ആയതോടെ കടുത്ത കുടിയേറ്റ വിരുദ്ധ സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുവാൻ സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തുമെന്ന് ഫ്ലോറിഡയിലെ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ട്രംപ് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കിയ പുതുക്കിയ ഭൂപടവും പ്രസിദ്ധീകരിച്ചു. കാനഡയെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പനാമ കനാലും ഗ്രീൻലാൻഡും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി സൈനിക ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം നടത്തി. എല്ലാം അമേരിക്ക നിശ്ചയിക്കുക, ലോകം അത് അംഗീകരിക്കുക, അതാണ് ട്രംപിന്റെ നയം. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത യോഗം ട്രംപിനെ വിജയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനവും പ്രഖ്യാപനവും അതീവ ഗൗരവമുള്ളതാണ്. അമേരിക്കയുടെ ആഭ്യന്തര ജനാധിപത്യം പോലും അപകടത്തിലാകുമെന്ന് ആശങ്കപ്പെടുന്നവരാണ് ലോക രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും. 2020 തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന ജോ ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ 2021 ജനുവരി 6 കൂടിയ കോൺഗ്രസ് സംയുക്ത യോഗം ട്രംപ് അനുകൂലികൾ അതിക്രമിച്ചു കയറി അലങ്കോലമാക്കിയത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ കളങ്കമായിരുന്നു. ക്യാപിറ്റോൾ കലാപം, സർക്കാരിന്റെ രഹസ്യരേഖകൾ സ്വവസതിയിൽ സൂക്ഷിക്കൽ, നീലചിത്ര നടിക്ക് പണം നൽകിയതിൽ കള്ളക്കണക്ക് എഴുതിയതടക്കം 38ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ട്രംപ്. ജയിച്ചാൽ വൈറ്റ് ഹൗസ്, തോറ്റാൽ ജയിൽ എന്ന നിലയിലാണ് ട്രംപ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം തുടരുമെന്നതിന്റെ സൂചനയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% നികുതി ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം. കൺസർവേറ്റീവ് യുവജന വിഭാഗത്തിന്റെ കൺസർവേഷനിൽ വെച്ച് പ്രസിഡന്റായി അധികാരമേറ്റാൽ ഉടനെ ട്രാൻസ്ജെൻഡറുകളെ നിരോധിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആണ്, പെണ്ണ് എന്നീ 2 ലൈംഗിക വിഭാഗങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ എന്നത് അമേരിക്കയുടെ ഔദ്യോഗിക നയമായിരിക്കും. കുട്ടികളിലെ ലൈംഗിക മാറ്റ പ്രക്രിയകൾ നിരോധിക്കും. ട്രാൻസ്ജെൻഡറുകളെ സ്കൂളുകളിൽ നിന്നും സൈന്യത്തിൽ നിന്നും പുറത്താക്കും എന്നീ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തി. പ്രസിഡന്റ് പദവിയിലെ ആദ്യ ഊഴത്തിൽ തന്നെ ട്രാൻസ്ജെൻഡർ വിരുദ്ധ നിലപാടുകളാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഈനാം പേച്ചിക്ക് മരപ്പെട്ട് കൂട്ടെന്ന് പറയുന്ന പോലെയാണ് ട്രംപിന് കൂട്ടായി ശതകോടീശ്വരനായി ഇലോൺ മസ്കിനെ വന്നിരിക്കുന്നത്. ട്രംപിനെ വിജയിപ്പിക്കുവാൻ മസ്ക് ചെലവഴിച്ചത് $20 കോടി. ട്രംപിന്റെ പ്രചരണ സംവിധാനം ആകെ മസ്കിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ട്രംപിന്റെ വലം കൈയായി തീർന്ന മസ്കിന് ക്യാബിനറ്റ് പദവിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മസ്കിന്റെ അടുത്ത ലക്ഷ്യം ട്രംപിന് ശേഷം US പ്രസിഡന്റ് ആകുക എന്നതാണ്. അതിനായി ആഗോള രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. ജർമ്മൻ തിരഞ്ഞെടുപ്പിൽ നാസി അനുകൂല തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് വേണ്ടി മസ്ക് രംഗത്തുണ്ട്. ജർമ്മനിയെ രക്ഷിക്കാൻ AFDക്ക് കഴിയുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമമായ എക്സിന്റെ നിയന്ത്രണം കയ്യിലുള്ളത് ഉപയോഗപ്പെടുത്തിയാണ് മസ്കിന്റെ നീക്കങ്ങൾ. ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UK പാർട്ടിക്കൊപ്പമുള്ള മസ്ക് ബ്രിട്ടനിൽ വംശവിദ്വേഷം ആളിക്കത്തിച്ചതിന്റെ പേരിൽ തടവിലിട്ടിരുന്ന വലത് തീവ്രവാദി ടോമി റോബിൻസനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നവനാസികൾ അടക്കം എല്ലാ തീവ്രദേശീയവാദികൾക്കും പിന്തുണ നൽകുകയാണ് ട്രംപ്. അതിനായി കുടിയേറ്റ വിരുദ്ധതയും ഇസ്ലാം ഭീതിയും വളർത്തിയെടുക്കുകയാണ്. വംശീയതയും വലതുപക്ഷ തീവ്രവാദവും ഒരു കയറ്റുമതി ചരക്കാക്കുവാനാണ് ട്രംപും കൂട്ടാളികളും ശ്രമിക്കുന്നത്. രാഷ്ട്രലോകത്തിന്റെ മുന്നറിയിപ്പുകളെ വിവേകത്തോടെ കാണുവാൻ കഴിയാത്ത ഭരണാധികാരികൾ ലോകത്തിനൊരു വിപത്തായിരിക്കുമെന്ന് കാണിക്കുന്നതാണ് ട്രംപ്. 1ാം ഊഴത്തിലെടുത്ത പല തീരുമാനങ്ങളും ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, കാട്ടുതീ, പ്രളയം, പകർച്ചവ്യാധികൾ, അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ശാസ്ത്രലോകം നൽകിയ മുന്നറിയിപ്പുകളെ അവജ്ഞയോടെ തള്ളിക്കളയുകയും അവഗണിക്കുകയുമാണ് ട്രംപ് ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം ശാസ്ത്രലോകത്തിന്റെ ഒരു തട്ടിപ്പാണെന്ന് പരിഹസിച്ച ട്രംപ് ആഗോളതാപനം തടയുന്നതിനുള്ള ലോകരാഷ്ട്രങ്ങളുടെ പാരീസ് കരാറിൽ നിന്നും 2018 ജൂണിൽ പിൻവലിക്കുകയും അക്കാര്യത്തിൽ നീക്കിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഫണ്ട് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ആണവായുധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് കരാർ 2018 നവംബറിൽ ട്രംപ് റദ്ദാക്കി. 2015 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ മുൻകൈയെടുത്ത് ഇറാനുമായി ഉണ്ടായിരുന്ന ആണവ നിർവ്യാപന കരാറിൽ നിന്നും 2018 മെയ് 8 US ഏകപക്ഷീയമായി പിൻവാങ്ങി.
ഇതൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ ഐക്യവേദികളെ തളർത്തുന്നതും ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നതുമാണ്. രണ്ടാമത്തെ ഊഴത്തിലും ട്രംപ് ഈ നിലപാടാണ് തുടരുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ലോക ജനത നേരിടേണ്ടി വരും. ആഗോളവൽക്കരണം സൃഷ്ടിച്ച അസമത്വം ലോകത്ത് സമാധാനവും സുരക്ഷയും നൽകുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അതിൽ നിന്നുമുണ്ടായ രോഷവും വിദ്വേഷവും വംശീയതയും ഇസ്ലാം വിരുദ്ധതയും തീവ്ര ദേശീയതയുമായി വളർത്തിയതാണ് അമേരിക്കയിൽ ട്രംപ് രണ്ടാം ഊഴവും ഇന്ത്യയിൽ മോദി മൂന്നാം ഊഴവുമായി മടങ്ങിയെത്തിയത്.